ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂറ്. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം. ഗൃഹത്തിൽ സന്തോഷം കളിയാടും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. മാനസികമായും ശാരീരികമായും ഉല്ലാസം വർദ്ധിക്കും. സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാകുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മേന്മയുണ്ടാവും. തൊഴിലന്വേഷകർക്ക് അത് നേടുന്നതിനുള്ള അവസരമുണ്ടാവും. വാഹനം വാങ്ങുന്നതിനും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും സാമ്പത്തികമായി അനുകൂല സ്ഥിതി ഉണ്ടാവും. കാർഷിക മേഖലയിൽ ഈ ആഴ്ച അഭിവൃദ്ധിയുണ്ടാവും. ആരോഗ്യമേഖല, സൈന്യം, പൊതുമേഖല, IT എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. തുടങ്ങുന്ന എല്ലാ കാര്യത്തിലും ശ്രദ്ധയും ആത്മധൈര്യവും പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഭാവിയിൽ വിജയമാവും. ബിസിനസ്സുകാർക്ക് പ്രയോജനകരമായ മാറ്റങ്ങൾ ഈ ആഴ്ചയുണ്ടാവും. പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും. തൊഴിൽ തർക്കം രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും. കൃഷിക്കാർക്ക് ലോണുകൾ അനുവദിച്ചു കിട്ടും. പുതിയ കൃഷി ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും. കലാകായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ഭാഗ്യക്കുറി, ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങിയ ധനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്. കാർത്തിക അവസാന 45 നാഴിക, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതി. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ സംബന്ധമായി നേട്ടമുണ്ടാക്കുന്നതിൻ്റെ സൂചന കണ്ടു തുടങ്ങും. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കേണ്ടതായി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. സന്താനങ്ങളുടെ ഉപരിപഠന സംബന്ധമായി രക്ഷകർത്താക്കൾക്ക് യാത്രകൾ അനിവാര്യമായി വരും. മുതിർന്നവർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ചികിത്സ കൊണ്ട് അവ പരിഹരിക്കപ്പെടും. കുടുംബജീവിതം പൊതുവെ ഭദ്രമായിരിക്കും. വിദേശയാത്ര ചെയ്യുന്നതിനും തൊഴിൽ തേടുന്നതിനും അനുകൂലമായ സമയമാണ്. കുടിൽ വ്യവസായം, നാൽക്കാലി വളർത്തൽ എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും. കാർഷിക മേഖലയിലുള്ളവർക്കും ഈ ആഴ്ച സാമ്പത്തികമായി ഉന്നതി ഉണ്ടാവും. ഭാഗ്യക്കുറി ഏജന്റുമാർ, സമ്പാദ്യ പദ്ധതി പ്രവർത്തകർ, പത്രപ്രതിനിധികൾ എന്നീ രംഗങ്ങളിലുള്ളവർക്ക് വളരെ ഗുണം ലഭിക്കുമെങ്കിലും ചെലവും അധികരിച്ചിരിക്കും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രയോജനകരമായ നേട്ടങ്ങളുണ്ടാവും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. ദോഷപരിഹാരമായ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. മിഥുനക്കൂറ്. മകേര അവസാന പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ 45 നാഴിക. കർമ്മരംഗത്ത് നേട്ടമുണ്ടാവും. സാമ്പത്തികമായി ഉയർച്ചയും താഴ്ചയും ഒരുപോലെ അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും. പുതിയ പഠനങ്ങൾക്ക് അവസരം ലഭിക്കും. സാഹിത്യം, കല, സഹകരണ മേഖല എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ബാധ്യതകൾ മാറിക്കിട്ടും. ഭൂമി ലാഭമുണ്ടാകുമെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ വരാതെ പരിഹാരം കാണേണ്ടതാണ്. ബിസിനസ്സുകാർക്ക് പ്രയോജനം കിട്ടുന്ന സമയമല്ല. പ്രതീക്ഷിക്കുന്ന ധനസഹായം ഭാഗികമായി ലഭിക്കും. ക്രയവിക്രയങ്ങളിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കുക. കാർഷിക രംഗത്തുള്ളവർ വിളപരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നാൽക്കാലികളെ വളർത്തുന്നവർ അവയുടെ ആരോഗ്യ പരിപാലനത്തിലും ശ്രദ്ധ വേണ്ട സമയമാണ്. ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് വളരെ ജാഗ്രത പാലിക്കുക. രാഷ്ട്രീയക്കാർക്ക് പ്രയാസം നിറഞ്ഞ സമയമാണ്. കുറ്റാരോപണമുണ്ടാകാൻ സാധ്യത കാണുന്നു. അനുയായികളുടെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. ക്രയവിക്രയങ്ങളിൽ നേട്ടം കുറയും. ഷെയർ മാർക്കറ്റിൽ പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത്. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂറ്. പുണർദ അവസാന പാദം, പൂയം, ആയില്യം. വിദ്യാർത്ഥികൾക്ക് പഠന മികവുണ്ടാവും. മുടങ്ങിയ വിദ്യകൾ അഭ്യസിക്കുന്നതിനുള്ള യോഗം വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സംബന്ധമായി ജോലി ലഭിക്കുവാനും യോഗം കാണുന്നു. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമായ ഗുണങ്ങൾ ലഭിക്കും. സംഗീതം, നൃത്തം, അഭിനയം എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും സമ്മാനങ്ങളും ലഭിക്കുവാനുള്ള അവസരം വന്നു ചേരും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷന് സാധ്യത കാണുന്നു. ബിസിനസ്സുകാർക്ക് ഗുണപ്രദമായ സമയമാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുവാൻ സാധിക്കും.
കടബാധ്യതകൾ കുറഞ്ഞു വരും. പങ്കാളികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൂടിയാലോചനയിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങളുണ്ടാവും. ചിലർക്ക് പ്രശസ്ത ടീമുകളിൽ പ്രവേശനം ലഭിക്കും. ഊഹക്കച്ചവടം, ഇൻഷുറൻസ്, ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചമായ വരുമാനം പ്രതീക്ഷിക്കാം. രാഷ്ട്രീയക്കാർക്ക് ശോഭിക്കാവുന്ന സമയമാണ്. എതിരാളികളുടെ ഒളിയമ്പുകളെ ബുദ്ധിപൂർവ്വം നേരിടുവാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. തൊഴിൽ മുടങ്ങിയവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി മാനസികമായും ശാരീരികമായും സാമ്പത്തികപരമായും നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ്. സൈനിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മേഖലകൾ മാറി തൊഴിൽ ചെയ്യേണ്ടി വരും. ഗൃഹാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. കോടതി കാര്യങ്ങളിൽ വിജയമുണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകൾ സുഗമമായിരിക്കും. പ്രതീക്ഷിക്കാതെ നിയമന ഉത്തരവ് ലഭിക്കുവാൻ സാധ്യത കാണുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്കും മെച്ചപ്പെട്ട സമയമാണ്. ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കാണിക്കും. പരീക്ഷയിൽ ഉയർന്ന മാർക്കുകളും ലഭിക്കും. സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയമുണ്ടാവും. കലാ കായിക രംഗങ്ങളിലുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ബിസിനസ്സുകാർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ക്രയവിക്രയത്തിൽ ലാഭമുണ്ടാവും. കൃഷിക്കാർക്ക് മെച്ചമായ അനുഭവങ്ങളുണ്ടാവും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക. കന്നിക്കൂറ് ഉത്രം അവസാന 45 നാഴിക, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യമുണ്ടാവും. വിദേശത്തുള്ളവർക്ക് തൊഴിൽപരമായും സാമ്പത്തികമായും നേട്ടങ്ങളുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാകുവാൻ സാധിക്കും. കുടുംബത്തിലെ എല്ലാവർക്കും മാനസികവും ശാരീരികവുമായും ഉല്ലാസമുണ്ടാവും. റിയൽ എസ്റ്റേറ്റ്, വാഹന ബ്രോക്കർ എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചമായ ആദായം ലഭിക്കും. ഭാഗ്യക്കുറി, ഇൻഷുറൻസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും നല്ല ആദായം പ്രതീക്ഷിക്കാം. താൽക്കാലിക ജോലികളിൽ തുടരുന്നവർക്ക് സ്ഥിര നിയമനം ലഭിക്കുവാനും യോഗം കാണുന്നു. വിദേശത്ത് നിന്നുകൊണ്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകൾ എളുപ്പമുള്ളതായിരിക്കും. ധാരാളം യാത്രകൾ ആവശ്യമായി വരും. ഭാഗ്യക്കുറി, ചിട്ടി, ഇൻഷുറൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ഹോട്ടൽ, ട്രാവൽ ആൻഡ് ടൂറിസം, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ് എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. തുലാക്കൂറ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 45 നാഴിക. വിദ്യാർത്ഥികൾക്ക് പഠന നേട്ടങ്ങളുണ്ടാവും. പുതിയ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാനുള്ള അവസരം വന്നു ചേരും. ഈ രാശിക്കാർക്ക് സാമ്പത്തികമായും ശാരീരികമായും അസ്വസ്ഥതകൾ നിലനിൽക്കുമെങ്കിലും ഒരു പരിധിവരെ അവയെ തരണം ചെയ്യുവാൻ കഴിയും. കാർഷിക മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും. ബിസിനസ്സുകാർ, കുടിൽ വ്യവസായം ചെയ്യുന്നവർക്കും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മനക്ലേശവും സാമ്പത്തിക ക്ലേശവും അനുഭവിക്കേണ്ടി വരും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രതീക്ഷ നൽകുന്ന സമയമല്ല. നല്ല തയ്യാറെടുപ്പിന് ശേഷം മത്സരങ്ങളിൽ പങ്കെടുക്കുക. അശ്രദ്ധ മൂലം കലാകാരന്മാർക്കും മെച്ചപ്പെട്ട ചില അവസരങ്ങൾ നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചമായ സമയമല്ല. വ്യാജ ഉദ്യോഗദാതാക്കളുടെ വലയിൽ വീഴരുത്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും മെച്ചപ്പെട്ട സമയമല്ല. കുറ്റാരോപണം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. തയ്യൽ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് മിതമായ വരുമാനമുണ്ടാവും. ദോഷപരിഹാരമായി മഹാഗണപതിക്ക് അപ്പനിവേദ്യവും കറുകമാലയും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ് വിശാഖ അവസാന പാദം, അനിഴം, തൃക്കേട്ട. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം വന്നു ചേരും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വസ്തുക്കൾ ദൈവാധീനത്താൽ തിരികെ ലഭിക്കും. ഗൃഹം നന്നാക്കുന്നതിനും പുതിയ വസ്തുവകകൾ വാങ്ങുന്നതിനും അവസരം വന്നു ചേരും. ഗൃഹാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും.
മാനസികവും ശാരീരികവുമായും ഉല്ലാസം അനുഭവപ്പെടും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗസംബന്ധമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും. പെട്ടെന്ന് തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് നല്ല വരുമാനമുണ്ടാവും. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. കാർഷിക മേഖലയിലുള്ളവർക്ക് നല്ല വരുമാനം പ്രതീക്ഷിക്കാം. ഇൻഷുറൻസ്, ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടമുണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗം കാണുന്നു. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവെണ്ണയും നടത്തിക്കൊള്ളുക. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം. സാമ്പത്തികമായി ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും നിർണായക ഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ ലഭിക്കും. ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. ഭൂമി ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകണമെന്നില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. കമ്പ്യൂട്ടർ വിദഗ്ധർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. കടം കൊടുത്തിരുന്ന ധനം ഭാഗികമായി തിരിച്ചു കിട്ടും. ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ട സമയമാണ്. ലോണുകൾക്കുള്ള സാങ്കേതിക തടസ്സം മാറിക്കിട്ടും. വിദ്യാർത്ഥികൾ അലസത കൈവെടിഞ്ഞ് ഏകാഗ്രത പുലർത്തുക. പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്കുകൾ ലഭിക്കണമെന്നില്ല. കലാകാരന്മാർക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്ന സമയമല്ല. ചില അവസരങ്ങൾ അശ്രദ്ധ മൂലം നഷ്ടപ്പെടാം. ധാരാളം യാത്രകൾ ആവശ്യമായി വരും. വൻകിട ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച സാമ്പത്തിക ഉന്നതി ഉണ്ടാവും. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, ഹോട്ടൽ, ജ്വല്ലറി എന്നീ മേഖലയിലുള്ളവർക്കും അഭിവൃദ്ധി ഉണ്ടാവും. കാർഷിക മേഖലയിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതങ്ങളിൽ നിന്ന് അംഗീകാരം തേടിയെത്തും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും തൃക്കൈവെണ്ണയും നടത്തിക്കൊള്ളുക. മകരക്കൂറ് ഉത്രാടം അവസാന 45 നാഴിക, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. തൊഴിൽ രംഗത്തും പൊതുരംഗത്തും ശോഭിക്കുവാൻ സാധിക്കും. ഭൂമി വാങ്ങുന്നതിനോ ഗൃഹം നിർമ്മിക്കുന്നതിനോ യോഗം കാണുന്നു. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും. എഴുത്തുകാർ, കലാകാരന്മാർ, അഭിനേതാക്കൾ, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് സാമ്പത്തികമായി നല്ല സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളിൽ വിജയമുണ്ടാവും. എഴുത്തു പരീക്ഷ എളുപ്പമുള്ളതായിരിക്കും. ഉദ്യോഗാർത്ഥികളിൽ പലർക്കും അപ്രതീക്ഷിതമായി നിയമനം ലഭിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ യഥാസമയം അനുവദിച്ചു കിട്ടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും. പാഠ്യേതര വിഷയങ്ങളിലെ മത്സരങ്ങൾക്ക് ചില പുരസ്കാരങ്ങളും ലഭിക്കുവാൻ യോഗം കാണുന്നു. ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ട സമയമാണ്. പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാറിക്കിട്ടും. ഊഹക്കച്ചവടത്തിൽ പണം മുടക്കുവാൻ പറ്റിയ സമയമല്ല. കലാകാരന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും ഈ ആഴ്ച നേട്ടങ്ങളുണ്ടാവും. കാർഷിക ഉപകരണ വിപണന മേഖലയിലുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, വസ്ത്രവ്യാപാരം എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ 45 നാഴിക. ബന്ധുക്കൾ വഴിയോ സുഹൃത്തുക്കൾ മുഖാന്തരമോ സന്താനങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കും. ഇടവിട്ട് ധനലാഭ നഷ്ടങ്ങൾ അനുഭവപ്പെടും. ഉന്നത ഗൃഹനിർമ്മാണത്തിനുള്ള അവസരം വന്നു ചേരും. കോർ ബിസിനസ്, ഇരുമ്പ് വ്യാപാരങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക പുഷ്ടിയും അനുകൂലാവസ്ഥയും ഉണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകൾ വളരെ പ്രയാസം കൂടാതെ തരണം ചെയ്യുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ പറ്റും. കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷ ഉണർത്തുന്ന സമയമാണ്. ക്രയവിക്രയത്തിൽ നേട്ടമുണ്ടാവും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങളും വിജയങ്ങളും പ്രതീക്ഷിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കുവാൻ യോഗം കാണുന്നു. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പുതിയ പദവികൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കുന്ന സമയമാണ്. സർക്കാർ ജീവനക്കാർക്ക് കുറ്റാരോപണത്തിൽ നിന്നും വിമുക്തി ലഭിക്കും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ബന്ധുജനങ്ങളിൽ നിന്നും സഹായം ലഭിക്കും. എത്ര തന്നെ സത്യസന്ധത പുലർത്തിയാലും വേണ്ട വിധത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചു എന്ന് വരില്ല.
വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. വ്യാപാര കാര്യങ്ങളിൽ പുതിയ കൂട്ടുകെട്ട് മൂലം പുരോഗതിയുണ്ടാവും. ജോലിയിൽ വർദ്ധിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും. പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കുന്നതിന് ഈശ്വരഭജനം അത്യാവശ്യമായ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ആവശ്യമായി വരും. കർമ്മരംഗത്ത് മേലധികാരികളുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ബിസിനസ്സുകാർക്ക് വരവിൽ കൂടുതൽ ചെലവ് അധികരിച്ചിരിക്കും. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മനക്ലേശവും സാമ്പത്തിക ക്ലേശവും അനുഭവിക്കേണ്ടി വരും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്ന സമയമല്ല. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസവും രക്തപുഷ്പാഞ്ജലിയും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു.